ഹായ് ഓൾ. ഹായ്. നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ഈ കഴിഞ്ഞ മെയ് 4-ാം തീയതി നീറ്റ് എക്സാം നടന്നു. പതിവിൽ നിന്നും അല്പം വിഭിന്നമായിട്ട് വളരെ ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു നീറ്റ് എക്സാമിന് ചോദിച്ചത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. തീർച്ചയായിട്ടും 3 സബ്ജക്റ്റിലും ഏതാണ്ട് ഒരേപോലെ തന്നെ, അല്ലെങ്കിൽ ഫിസിക്സിന് അല്പം കൂടുതലായിട്ട് തന്നെ ഒരു ടഫായിട്ട് വന്നൊരു എക്സാം ആയിരുന്നു. അപ്പോൾ 2026 അടുത്ത അധ്യയന വർഷത്തേക്ക് MBBS അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് ഏത് രീതിയിലായിരിക്കണം തയ്യാറെടുപ്പ് എന്നുള്ളതൊരു ആകുലത ഇപ്പോൾ ഉണ്ടായേക്കാം. കാരണം 2024 വളരെ സിമ്പിളായിരുന്നു, 2025 വളരെ ടഫായി. അപ്പോൾ ഇനി 2026 ഏത് രീതിയിലൊക്കെ പരിശീലിക്കണം എന്നുള്ളൊരു പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടായിരിക്കാം. കാരണം എനിക്ക് തോന്നുന്നു സാർ, അവർ തുടങ്ങുമ്പോൾ തൊട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എളുപ്പമായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രെൻഡ് എപ്പോഴും എളുപ്പമായിരിക്കുന്നു. ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി ലെവൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതെപ്പോഴും ഡിഫിക്കൽട്ട് ആയിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രഡിക്ഷൻസ് ഉണ്ട്, പിന്നെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനെയൊക്കെ മുഖവിലേക്ക് എടുത്തായിരിക്കും കുട്ടികൾ ഒരുപക്ഷെ അടുത്ത വർഷം ഞാൻ വേണോ, കാരണം പരീക്ഷ ഇത്രയും ടഫാണെങ്കിൽ എന്നെക്കൊണ്ട് അത് പറ്റുമോ എന്ന് വരെ ചിന്തിച്ച് അങ്ങനെ വേണോ എന്ന് ചോദിക്കുന്ന കുട്ടികൾ വരെ ഒരുപാട് പേരുണ്ട്. യഥാർത്ഥത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അങ്ങനെ ഇപ്പം എയിംസിൽ ഈ റേഞ്ചുള്ളവരായിരിക്കണം പഠിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് MBBSന് ഇങ്ങനെ കാറ്റഗറിയിലുള്ളവരായിരിക്കണം പഠിക്കണം എന്നൊന്നും ഒരു തീരുമാനങ്ങളൊന്നുമില്ല. 2024 കുറേ കോൺട്രവേഴ്സി വന്നു, അതിന്റെ പേരിൽ ഓവർകം ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഡിഫിക്കൽട്ടി ലെവൽ. പിന്നെ എനിക്ക് തോന്നുന്നു സാർ, ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നതിനനുസരിച്ച് കുട്ടികളുടെ ഒരു ക്വാളിറ്റിയും കൂടുകയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുകയാണ്. ജസ്റ്റ് ഒരു കാണാതെ പഠിച്ച് നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടിയെക്കാളും ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ച് എത്ര ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും അത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങളുടെ ക്വാളിറ്റിയാണ്, നിങ്ങളുടെ വാല്യൂ ആണ് കൂടുന്നത്. അവിടെ 2025 ബയോളജിയുടെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും അതിനകത്ത് നമുക്ക് ഉദാഹരണം ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് NCERT ഔട്ട് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാന്ന് തന്നെ പറയണം. പക്ഷെ അത് വായിച്ചെടുക്കാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ തന്നെ ഒതുങ്ങിയല്ല നിൽക്കുന്നത്, 2-3 ചാപ്റ്ററുകൾ ലിങ്ക് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഏരിയ ഇട്ട് കുട്ടികൾ ജസ്റ്റ് വായിച്ചു പോയവർക്ക് അത് എഴുതാൻ പറ്റുന്ന രീതിയിലല്ല. ഒരുപക്ഷെ നന്നായിട്ട് വായിച്ച് പഠിച്ച് കോർ കോൺസെപ്റ്റ് മനസ്സിലാക്കിയവർക്ക് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഒരു ഡിഫിക്കൽട്ടും ഇല്ലായിരുന്നു. പിന്നെ ബയോളജി നമ്മൾ പൊതുവെ ഇച്ചിരി എളുപ്പമാകും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ സമയം കൂടെ ഫിസിക്സിന് കൊടുക്കാനിരിക്കുന്നവരാണ് നമ്മൾ മെജോറിറ്റി. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച സമയത്ത് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു കാര്യം മാത്രമാണ് ബയോളജിക്ക് പറയാനുള്ളത്. കാരണം 45 മിനിറ്റ് തീർന്നിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റിന് ഫിസിക്സും കെമിസ്ട്രിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും അങ്ങനെയാണ് മാറ്റി വെക്കുന്നത്. ഒരുപക്ഷെ അവിടെ വരുന്ന ആ ഒരു ചിന്തയുടെ, ഞാൻ ബയോളജിക്ക് നിങ്ങൾ എപ്പോഴും ഞങ്ങൾ പറയുന്നത് എല്ലാത്തിനും ഈക്വൽ പ്രയോറിറ്റി, എല്ലാത്തിനും ഈക്വൽ മാർക്സ് എന്ന് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മാറ്റി വെക്കാൻ എടുക്കുന്ന സമയം ബയോളജി എന്നാണ്. അവിടെയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വർഷം ഒരു തെറ്റ് പറ്റിപ്പോയത്. ആ ഒരു മാറ്റിവെക്കൽ തന്നെയാണ് ബയോളജിയെ, ഒരുപക്ഷെ ബയോളജി പെട്ടെന്ന് എഴുതണം എന്ന് ചിന്തിച്ചവരോ, അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രി എഴുതി കഴിഞ്ഞിട്ട് ബയോളജിക്ക് കുറച്ച് സമയം മതി, അപ്പോൾ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിൽ ബയോളജി പെട്ടെന്ന് എഴുതിയെടുക്കാം എന്ന് വിചാരിച്ചവർക്കും ഒക്കെയാണ് പരീക്ഷ ഭയങ്കര ഡിഫിക്കൽട്ടി ലെവലിലേക്ക്. നീറ്റ് 2025 ഈ ഒരു രീതിയിൽ നടന്നത് ഞാൻ പറയുന്നു ഒരു പരിധി വരെ ഉപകാരമാണ്. കാരണം നമ്മൾ കാഷ്വലായിട്ട് പറയുന്ന പല കാര്യങ്ങളും, ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് സ്കിപ്പ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം, നമുക്ക് മൊത്തത്തിൽ മാനേജിന്റെ കാര്യങ്ങൾ, 180 ചോദ്യങ്ങളിൽ നമുക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് 180ഓളം ക്വസ്റ്റ്യൻസ് അതുണ്ട്, അത് എത്രയും പെട്ടെന്ന് പിക്ക് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും വളരെ കാഷ്വലായിട്ട് നമ്മൾ പറയുന്നതിൽ അതിൽ വിജയിച്ചവരാണ് നീറ്റ് 2025 വിജയിച്ചത്. എനിക്ക് തോന്നുന്നു ഷോർട്ട് കട്ട്സ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരുപക്ഷെ 2024 ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചാൽ പോലും എഴുതാൻ പറ്റുന്ന രീതിയിൽ ശരിക്കും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒരു ലെവലിൽ എത്തിയോന്ന് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു 2024. പക്ഷെ 25 വന്നപ്പോൾ ഞാനും ആസ് എ ടീച്ചർ പേഴ്സണലി, ചിലപ്പോൾ ഇത് കേൾക്കുന്ന കുട്ടികൾ വിചാരിക്കും എന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നിയാലും എനിക്കും തോന്നുന്നത് കുട്ടികളുടെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എക്സാമിൽ എയിംസ് അല്ലെങ്കിൽ ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കേണ്ട കുട്ടികളെന്ന് തീരുമാനിക്കപ്പെടുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. പക്ഷെ അവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഫിസിക്സ് ഒക്കെ 3 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ എടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിയോജിപ്പും ഉണ്ട്. കാരണം ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് 1 മിനിറ്റ് എടുക്കേണ്ട സമയത്ത് നമ്മൾ 3 മിനിറ്റ് എടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരുന്നത് ഡെഫിനറ്റ് ആയിട്ടും അത് ഒരു കുട്ടിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 2026 നമ്മളുടെ റിപ്പീറ്റേഴ്സിന്റെ ഒരു ക്രൈറ്റീരിയ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ തന്നെ ആ ഒരു ക്വാളിറ്റി, അതായത് ആരായിരിക്കണം 2024 ഈ ഒരു സെക്ഷനിൽ ഒരു മാർക്കെങ്കിലും മേടിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലേ? പല റാങ്ക് ലിസ്റ്റുകൾ പല രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ അഡ്മിഷൻ ക്രൈറ്റീരിയ തയ്യാറാക്കുന്നത്. ഒരു പക്ഷേ ശരിക്കും സാർ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് സെർച്ചിങ്ങിന്റെ സമയമാണ്. പല കുട്ടികളും ഇങ്ങനെ സെർച്ച് ചെയ്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കിട്ടുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം രാവിലെ
വന്ന് ഞാൻ ദേ എൻട്രൻസ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് വൈകുന്നേരം തിരിച്ചു പോകുന്ന ഒരു സാധനം അല്ല എൻട്രൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. നമ്മൾ 40 വർഷം എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ് ആയിട്ടും അതിലുണ്ട്. അതുകൊണ്ടാണ് ഓരോ വർഷം ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് നമുക്ക് മനസ്സിലാക്കി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഒരു ദിവസം രാവിലെ പിന്നെ ഒരു കുട്ടി, ഇപ്പോൾ ഞങ്ങൾ ഒരിക്കലും എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഹൈ മാർക്സ് വെച്ചിട്ടാണ് എടുക്കുന്നതെന്ന്. അവിടെ എനിക്ക് ഇത്ര തിരിച്ച് ചോദിക്കാനുള്ളൂ. നമുക്ക് ഇപ്പോൾ 100 മാർക്ക്, ആ 100 മാർക്കിന് 10 മാർക്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടി, 10 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടി എല്ലാത്തിലും ബുദ്ധിമാൻ അല്ലാതെയോ അല്ലെങ്കിൽ കുറവുള്ള കുട്ടിയോ ആയിരിക്കില്ല. ഒരു പക്ഷേ അവന് നല്ലതായിട്ട് പാടാൻ കഴിയുന്ന ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ മാർഷൽ ആർട്സിൽ താല്പര്യമുള്ള ഒരു കുട്ടിയായിരിക്കാം. കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ആ 100ൽ 10 മാർക്ക് വന്നത്. പക്ഷേ ഈ 100ൽ 10 വാങ്ങിച്ച കുട്ടിയെ ഞാൻ കൊണ്ടുപോയി 1ാം റാങ്ക് വാങ്ങിച്ചു കൊടുത്ത് എയിംസിൽ നിർത്താം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അതിൽ എത്രത്തോളം നമുക്കത് ഒരിക്കലും ഞങ്ങൾ പറയില്ല, കാരണം പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു എഫേർട്ട് ഉണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു എഫേർട്ട് ഉണ്ട്. അത് ആ കുട്ടി ഇടാൻ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ്, നമ്മുടെ ടീച്ചേഴ്സ് പ്ലസ് ആ കുട്ടി ഇടേണ്ട ഒരു എഫേർട്ട് ഉണ്ട്. തീർച്ചയായിട്ടും അവന് ഒരു വർഷം ഇവിടെ വരുന്ന കുട്ടികളൊക്കെ എന്ന് പറയുന്നത് തൊട്ട് പകൽ വരെ ഇവിടെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നു. അപ്പം നിങ്ങൾ ചോദിക്കുക എല്ലാ കുട്ടികൾക്കും അങ്ങനെ പഠിക്കാനുള്ള ഒരു കഴിവില്ല. ഡെഫിനറ്റ് ആയിട്ടും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ചാൻസ്, എപ്പോഴും പറയും പോലെ വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നിരുത്തി 10 മണിക്കൂർ ഒരു ചരിതം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് മാർക്ക് മാത്രമല്ല മാനദണ്ഡമാക്കി എടുക്കുന്നത്. ഏതെങ്കിലും ഒരു രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു MCQന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾക്ക് അതിനുള്ള അർഹതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് പോലും വെച്ചിരിക്കുന്നത്. കാരണം ചില കുട്ടികൾ പണ്ടൊക്കെ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ഇല്ലാതെയാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അത്രയും വലിയ മാർക്സ് വരുന്നോണ്ടാണെന്ന്. അവിടെ ഞങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്. ആ കുട്ടിക്ക് സെൽഫായിട്ട് എന്തെങ്കിലും ഇടാനുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ചാൽ ഡെഫിനറ്റ്ലി വി ആർ റെഡി ടു അക്സെപ്റ്റ്. അവിടെ നമുക്ക് തിരിച്ചറിയണം. അത് അവർക്ക് അവിടെ നമുക്ക് കാശോ അല്ലെങ്കിൽ വേറൊരു കാര്യമോ നമ്മൾ മാറ്റർ ചെയ്യുന്നില്ല. പക്ഷെ കുട്ടി അതിന് ഏബിൾ ആയിരിക്കണം. അല്ലാതെ ഒരു ദിവസം രാവിലെ കൊണ്ടുവന്ന് ഓക്കെ ഞാൻ ഇന്ന് തുടങ്ങിയിരിക്കുന്നു, ഇന്ന് ഞാൻ നിന്നെ മെഡിക്കൽ എത്തിച്ചേക്കാം എന്ന് പറയുന്നിടത്ത് വേറെയും ഒരു കാര്യമുണ്ട്. സോ അങ്ങനെ ഒരു മിറക്കിൾ സംഭവിക്കാം. അത് 1,00,000-ൽ 1 ആയിരിക്കും. ഒരിക്കലും അത് 1,99,900 കുട്ടികൾക്കും അങ്ങനെ ഒരു മിറക്കിൾ ഉണ്ടാവില്ല. ഡെഫിനറ്റ് ആയിട്ടും അത് കുട്ടിയുടെ കഴിവാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ 100-ൽ 98 അഡ്മിഷൻ ഞങ്ങളുടേതാണെന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂജ് പോപ്പുലേഷൻ ആണ്. ആ പോപ്പുലേഷൻ ദേ ആർ റെഡി ടു സ്റ്റഡി. നമ്മൾ പറയുന്ന പാത്തിലൂടെ അവർ ആ ഇഫേർട്ട് ഇടാൻ തയ്യാറാണ്. ദേ ആർ റെഡി ടു വർക്ക് ഹാർഡ്. അവിടെ ആ ഇഫേർട്ട്, ഹാർഡ് വർക്കിംഗ് പ്ലസ് ഈ പറയുന്ന പോലെ നമ്മളെ കേട്ട് പഠിച്ചു പോകാനുള്ള മെന്റാലിറ്റി, ഇതെല്ലാം മാറ്റേഴ്സ്. ഓൾ ദീസ് തിങ്സ് ആർ മാറ്റേഴ്സ്. ഈ അഡ്മിഷൻ ക്രൈറ്റീരിയ, അപ്പം തീർച്ചയായിട്ടും അടുത്ത ചോദ്യം, നമ്മളോടുള്ള ചോദ്യം, ഈ അഡ്മിഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾ അഡ്മിഷൻ മേടിച്ചു കൊടുക്കുന്നുണ്ടോ എന്നായിരിക്കും. ഒരിക്കലും ഇല്ല. അത് നമ്മുടെ കയ്യിലും അല്ല. ബിക്കോസ് നമുക്ക് പറയാൻ പറ്റുന്നത് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളിൽ 95% എബോവും ഞങ്ങളുടെ കുട്ടികളാണ്. അവിടെ അവര് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. ആ ഹെൽത്തി കോമ്പറ്റീഷനിലൂടെ തന്നെയാണ് നമ്മൾ കടത്തിവിടേണ്ടത്. ഇപ്പൊ 100 പേര്, ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന 100 പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ മാർക്കിനനുസരിച്ച് അവർ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് ആപ്ലിക്കൻസിന്റെ നമ്പർ റെസ്ട്രിക്ട് ചെയ്യാമായിരുന്നു. ഇവിടെ ആപ്ലിക്കൻസിന്റെ നമ്പറിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. മാർക്ക് ക്രൈറ്റീരിയ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ കുറഞ്ഞ മാർക്കാണ് ക്രൈറ്റീരിയ എഴുതാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിൽ അത്രയും മെഡിക്കൽ കോളേജുകളോ സീറ്റുകളോ നമുക്കില്ല. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കിംഗ് വേണം, നമുക്ക് പേഷ്യൻസ് വേണം. പക്ഷെ ഇതിനേക്കാളും എല്ലാം നമുക്ക് വേണ്ടത് സാക്രിഫൈസ് ആണ്. കാരണം സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ടൈം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് മാറണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലി ടൈം നമ്മൾ ഒരുപാട് മാറ്റി വെക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ആഘോഷങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നിങ്ങളിപ്പോൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക്, ഞാൻ കൃത്യം 12:30 ഊണ് കഴിക്കുന്ന ആളാണ്, എനിക്ക് 12:30 to 1 എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് വാശിയുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനൊട്ടും ആ ഒരു സാക്രിഫൈസിന് തയ്യാറല്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ് ആയിട്ടും പറ്റില്ല. അപ്പോൾ നമ്മൾ ആഹാരത്തിനോട് നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. അതുപോലെ വെള്ളത്തിനോട്, ചിലപ്പോൾ നമുക്ക് ദാഹിക്കും, വെള്ളം കുടിക്കാൻ പറ്റില്ല. എനിക്ക് കൃത്യമായിട്ട് 8 മണിക്കൂർ ഉറങ്ങണം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഞാൻ ഉറങ്ങും എന്നുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ഡോക്ടറാകാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു എമർജൻസി വിങ്ങിലായിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ പീക്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റ് നിങ്ങളെ കാണാൻ വരുന്നത്. ആ സമയത്ത് ആ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കി അവരെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജോലിയാണ്. അവിടെ നിങ്ങളുടെ ടൈമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങളുടെ ആ ഒരു മെൻറ്റാലിറ്റി, നമുക്ക് എല്ലാത്തിനോടും നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. ആ ഒരു സാക്രിഫൈസ് ആണ് നിങ്ങൾ +2 കഴിയുമ്പോൾ തൊട്ട് വെദർ ഐ ഹാവ് ടു ബിക്കം എ ഡോക്ടർ,
വെദർ ഐ എം സ്യൂട്ടബിൾ ഫോർ ദിസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ആദ്യം ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് എൻ്റെ സമയമാണ്. എനിക്ക് വിശക്കുന്നു, ഞാൻ കൃത്യസമയത്ത് ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് വെള്ളം ദാഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു തിങ്ക് സംതിങ് എൽസ്. അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മൾ അതൊരു ജോലിയാണ്, നമുക്കതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പോകണം. അല്ലാതെ നമ്മൾ ഇവിടെ അഡ്മിഷൻ കിട്ടി MBBS സെലക്ടഡ് ആയി എന്ന് പറഞ്ഞ് യു ആർ നോട്ട് ഗോയിങ് ടു ബിക്കം ഡോക്ടർ. 5 വർഷം അവിടെ നിന്ന് അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ച് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ ഡോക്ടർ ആകുന്നു. അതും ഗ്രാജുവേഷൻ കൊണ്ട് നിൽക്കുന്നില്ല. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുമ്പോൾ എഗെയിൻ നിങ്ങളുടെ വർക്കിങ്ങിനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം കുറേ കാര്യങ്ങൾ ആ പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയമാണ്. അപ്പോൾ ആ സമയം കൊടുക്കാൻ നമുക്ക് ആ ഒരു മെന്റാലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കുട്ടികൾക്ക് എപ്പോഴും അങ്ങനെ എന്താ പറയുക, ഇൻ ബിറ്റ്വീൻ മാറിപ്പോകാൻ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് കൃത്യമായിട്ട് കഴിക്കണം, ഇന്ന സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങണം, അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. അത്രയും നിർബന്ധ ബുദ്ധിയുള്ള കുട്ടികളെ ഇല്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നാൽ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലെത്തി നിങ്ങളിത് ഡോക്ടറായിട്ട് പുറത്തിറങ്ങുന്നു എന്ന് പറയാൻ ഡെഫിനറ്റ് ആയിട്ടും ഞങ്ങളത് പറയില്ല. ഒരുപക്ഷെ അത് പറയാത്തത് കൊണ്ടാണ് കഴിഞ്ഞ 40 വർഷങ്ങളിൽ ഇടയ്ക്കൊക്കെ ഇൻ ബിറ്റ്വീൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നുണ്ട്, റാങ്കുകളൊക്കെ വരുന്നുണ്ട്, പോകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ബ്രില്യൻറ്റ് വാസ് ദെയർ, ബ്രില്യൻറ്റ് ഈസ് ഹിയർ ആൻഡ് ഡെഫിനറ്റ്ലി ബ്രില്യൻറ്റ് വിൽ ബി ദെയർ. അതിന് കാരണം 100-ൽ 95 എന്ന് പറയുമ്പോൾ നമ്മളത് വിത്ത് പ്രൂഫാണ് പറയുന്നത്. എല്ലാ മെഡിക്കൽ കോളേജിലും നമ്മുടെ കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതിന് തയ്യാറായിട്ട് വരുന്ന ഒരുപാട് കുട്ടികൾ ക്യാമ്പസിലേക്ക്. ഇവിടെ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. അത് തന്നെയാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ഓഫ്ലൈൻ ക്ലാസ് ചൂസ് ചെയ്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 8 to 4 o'clock നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ 8 to 12 o'clock നിങ്ങൾ ക്ലാസ്സിലിരുന്ന് പഠിച്ച് ആ ദിവസം നിങ്ങൾ പഠിക്കുന്നത് ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ ഓഫ്ലൈൻ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അവിടെ നമുക്ക് വേറൊരു മിക്സിങ്ങോ അല്ലെങ്കിൽ വേറൊരു കാര്യമോ നമുക്ക് ചെയ്യാനില്ല. അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ആണ് നമ്മൾ ആദ്യം മറികടക്കേണ്ടത്. തീർച്ചയായിട്ടും. അപ്പം വരുന്നവരും അത് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ ഇപ്പം ജൂണിൽ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ 5 മണിക്കൂറോളം 5-5.5 മണിക്കൂറോളം ക്ലാസ്സുകൾ എടുക്കും. 5 മണിക്കൂർ ക്യാമ്പസിലിരുന്ന് പഠിക്കണം, വീണ്ടും ഒരു 3-4 മണിക്കൂർ ഹോസ്റ്റലുകളിൽ ഇരുന്ന് പഠിക്കണം. സാറ്റർഡേ സൺഡേ സ്റ്റഡി ലീവാണ്. ചിലപ്പോൾ ഹോസ്റ്റലിലായിരിക്കും, ചിലപ്പോൾ ക്ലാസ് റൂമിലായിരിക്കും. നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം. അപ്പം 2026 ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പം ഈ നീറ്റ് 2025 ക്വസ്റ്റ്യനും ഒക്കെ എത്രത്തോളം ഒരു ഡെപ്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ നമ്മൾ സെന്റൻസ് ബൈ സെന്റൻസ് റീഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അത് മാറ്റി ഓരോ സെന്റൻസിലും എന്താണ് കോൺസെപ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് കുറച്ചുകൂടെ ഒരു ചേഞ്ച് വരുത്തേണ്ടത്. ഒരുപക്ഷെ ബയോളജി പോലും ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയും നിങ്ങളൊന്ന് ബൈഹേർട്ട് ചെയ്ത് വെച്ചോ എന്ന് പറയാമായിരുന്നു. പക്ഷേ ഈ ഒരു ടെൻഡൻസി കണ്ടിട്ട് നമുക്ക് പറയാനുള്ളത് ഓരോ സെന്റൻസിലും എന്താണ് ആ സെന്റൻസ്, വാട്ട് ഡസ് ഇറ്റ് മീൻ, അതിനകത്തുള്ള കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ ക്വസ്റ്റ്യൻ ഏത് ഡെപ്തിലേക്ക് പോയാലും എത്ര ഇന്റർപ്രറ്റ് ചെയ്ത് വന്നാലും നിങ്ങൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 700 വാങ്ങിയിട്ടുള്ളതെങ്കിൽ ഇപ്രാവശ്യം ഓക്കെ 660 ആയിരിക്കും വാങ്ങിക്കുന്നത്. ബട്ട് നിങ്ങളായിരിക്കും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ അത് പഠിക്കാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ്. ഒരുപക്ഷെ റിപ്പീറ്റേഴ്സിൻ്റെ അഡ്മിഷനൊക്കെ എടുത്ത് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിൻ്റെ അഡ്മിഷൻ കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് തന്നെയാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ജോലി അവിടെ ഉണ്ട്. എനിക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇത്രയും മണിക്കൂറുകളാണ് ക്യാമ്പസിൽ ചിലവഴിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇത്ര മണിക്കൂർ റെഫറൻസ് ഉണ്ട്, എനിക്ക് അവിടെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് അന്നുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ആൻഡ് ത്രൂ ഔട്ട് ദ ഇയർ ഐ ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ബാലൻസ്. ഇടയ്ക്ക് വെച്ചിട്ട് അയ്യോ എനിക്ക് വയ്യ, 2 ദിവസം കഴിയുമ്പോൾ അയ്യോ ഞാൻ മടുത്തു, എനിക്ക് ബോറടിച്ചു, ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ത്രൂ ഔട്ട് ദ ഇയർ നിങ്ങൾ ഇപ്പം ഇപ്പം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആവേശമൊക്കെ കാരണം നമ്മൾ പരീക്ഷയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. അപ്പോൾ ഈ ആവേശം നമ്മൾ ഏതെങ്കിലുമൊക്കെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെ പോകുന്നു. പക്ഷെ അതല്ല, ഈ ആവേശം ടിൽ ദ എൻഡ് ഓഫ് ദ ഇയർ യു ഹാവ് ടു മെയിൻറ്റെയിൻ. അതിൽ എവിടെയെങ്കിലും വെച്ച് ആവേശം നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അയ്യോ ബോറടിക്കുന്നു, ഇതല്ല എൻ്റെ വഴിയെന്ന ആ സമയത്ത് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവിടെയാണ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നതും ഡിപ്രഷനിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ കുട്ടികളെ ഇഷ്ടമില്ലാത്തടത്ത് പഠിപ്പിക്കുന്നു എന്നൊക്കെയുള്ള പരാതികൾ ഒരുപക്ഷെ രക്ഷിതാക്കളും അതുപോലെ തന്നെ നമ്മളും ഒക്കെ കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് വെദർ ഐ ആം ഫിറ്റ് ഫോർ ദിസ്. ഞാനതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറാണോ? അത് തയ്യാറാണെങ്കിൽ ഇതൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അല്ല, 1 ഇയർ ഞാൻ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഡെഡിക്കേഷൻ തന്നെയാണ്. എൻ്റെ സമയം ഞാൻ അതിനു വേണ്ടിയിട്ട് കൊടുക്കണം. ഞാൻ ഇടേണ്ട ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഇട്ടേ പറ്റൂ. കാരണം കണ്ടന്റുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും എത്തിച്ചിരിക്കും. ഇപ്പോൾ വന്ന ക്വസ്റ്റ്യനുകൾ കൂടിയും സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കുറവ്, അതല്ലാതെ ഒരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് അല്ലെങ്കിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല, ഈ വേ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയേണ്ട രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പക്ഷത്തു നിന്നും ഡെഫിനറ്റ് ആയിട്ടും ഞങ്ങൾക്കൊരു എന്താ
എന്താ പറയുക, ഞങ്ങൾ കൈപിടിച്ച് നടക്കുമ്പോൾ ഞങ്ങളുടെ കൈപിടിച്ച് നിങ്ങൾ കൂടെ നടക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമേ മുന്നോട്ട് പോകൂ, നിങ്ങൾ അപ്പോഴും പുറകിൽ തന്നെ നിൽക്കും. അതിന് ഉള്ള തയ്യാറെടുപ്പാണ് ഇനിയുള്ള കുറച്ച് ദിവസം നിങ്ങൾ മാനസികമായി ചെയ്യേണ്ടത്. ആ ഒരു തയ്യാറെടുപ്പിൽ നിങ്ങൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ട് അതെ ഇനി ഒരു വർഷം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ്, ഇതാണ് എൻ്റെ പാഷൻ, ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ. അത് ഡെഫിനറ്റ്ലി ഐ ക്യാൻ. ബിക്കോസ് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും അത് തന്നെയാണ് പറയുന്നത്. ബ്രില്യൻറ്റിൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ട് ഞങ്ങൾ 100% ഞങ്ങളത് പ്രോമിസ് ചെയ്യാണ്. ഫ്രം അവർ സൈഡ്, ഫ്രം ബ്രില്യൻ സൈഡ് ഞങ്ങളത് പ്രോമിസ് ചെയ്യാണ്. കാരണം ഞങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമത്തിൽ ഞങ്ങൾ ചെയ്തു തരും. ആൻഡ് വെൻ വി ആർ ഡൂയിങ് ദ മാക്സിമം യു ആർ ഓൾസോ ഹാവിംഗ് ദ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക്. നിങ്ങൾക്ക് എനിക്കും ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റണം എന്നൊരു തോന്നൽ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകണം. അവിടെ നമ്മൾ തമ്മിൽ ഒരു ബാലൻസ് വരുമ്പോഴാണ് ഡെഫിനറ്റ് ആയിട്ടും സിസ്റ്റം മുന്നോട്ട് പോകുന്നതും. അടുത്ത വർഷവും ഈ വർഷവും ഞങ്ങൾക്ക് ഒരു പേടിയില്ല. ഡെഫിനറ്റ് ആയിട്ടും വി വിൽ ബീറ്റ് ഓൾ റാങ്ക്സ്, അല്ലേ സർ? തീർച്ചയായിട്ടും. അതുപോലെ 2025 ബോർഡ് എക്സാമുകളെല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇനിയൊരു മാറ്റം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഭൂരിഭാഗം പേരും വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പം ഇതുവരെയുള്ള നമ്മുടെ അറിയാം റിപ്പീറ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോകളിലും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. കുട്ടികളെ സംബന്ധിച്ചോളം ഇതൊരു രണ്ടാമത്തെ വീട് തന്നെയാണ്. നിങ്ങളെ കാത്തിരിക്കുന്ന ഇവിടെ ഒരു സിസ്റ്റമാണ്. ക്ലാസ് മെൻറ്റേഴ്സിൻ്റെയും ഹോസ്റ്റൽ വാർഡന്മാരും ഫാക്കൽറ്റീസ് ആണെങ്കിലും ഞങ്ങളെപ്പോലുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും എല്ലാം ഒരു കൃത്യമായ ഒരു സിസ്റ്റത്തിലോട്ടാണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വീട്ടിൽ ഉപേക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും ഈ സിസ്റ്റം നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ആ സിസ്റ്റവുമായിട്ട് നിങ്ങൾക്കൊന്ന് ഇണങ്ങിച്ചേരാനായിട്ട് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് വലിയ പ്രതീക്ഷകളും വലിയ ആഗ്രഹങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നൊരു സിസ്റ്റത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നാം എന്തൊക്കെ ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യെസ് ഇറ്റ്സ് എ ഹോം അവേ ഫ്രം ഹോം, അതാണ്. പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യതയാണ്, നമ്മുടെ പ്രൈവറ്റ് പ്ലേസ് ആണ്. അവിടെയുള്ളത് നമ്മുടെ അച്ഛനും അമ്മയും ആണ്. അപ്പോൾ നമുക്കിപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്ക് AC ഇട്ടാലേ ഉറങ്ങാൻ പറ്റൂ. ചിലപ്പോൾ അമ്മയ്ക്ക് AC ഇട്ടാൽ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അമ്മ പറയും അയ്യോ ഇല്ല മോൾ ഉറങ്ങത്തില്ല AC ഇട്ടോട്ടെ എന്ന് പറയും. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇത് നിങ്ങളുടെ വീടാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ ആ വീട്ടിൽ നിങ്ങൾ മാത്രമല്ല താമസിക്കുന്നത്, നിങ്ങളെപ്പോലെ പറിച്ചു നടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഓരോ വീട്ടിലെ മക്കളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് AC ഇഷ്ടമുള്ളപ്പോൾ AC വേണ്ട, AC ഇട്ടാൽ ഞാൻ ഉറങ്ങുകയേ ഇല്ല എന്ന് വാശി പിടിക്കുന്ന മറ്റൊരു കുട്ടിയായിരിക്കും നിങ്ങളുടെ റൂമിലുള്ളത്. അല്ലെങ്കിൽ ലൈറ്റ് ഇട്ടാലേ ഞാൻ ഉറങ്ങൂ എന്ന് വാശി പിടിക്കുന്ന ഒരു കുഞ്ഞായിരിക്കും നിങ്ങളുടെ റൂമിലുള്ളത്. സോ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിന് റെഡി ആയേ പറ്റൂ. അവിടെ എൻ്റെ ഇഷ്ടങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ വീടെന്ന് പറഞ്ഞത് നിങ്ങളുടെ മാത്രമാണ്. അവിടെ ചുറ്റുമുള്ളവരെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ തന്നെയാണ് മറ്റൊരാളും. എനിക്ക് എന്തൊക്കെ വാശികളുണ്ടോ അതേപോലെ വാശികളുള്ള, അതിനേക്കാളും ഒരുപക്ഷെ പാമ്പർ ചെയ്ത് വളർത്തപ്പെടുന്ന, അതിനേക്കാളും ഇഷ്ടത്തോടെ അല്ലെങ്കിൽ അതേ ഇഷ്ടത്തോടെ ഒരു അച്ഛനും അമ്മയും വളർത്തുന്ന മറ്റൊരാളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസുകൾക്ക് തയ്യാറായേ പറ്റൂ. അഡ്ജസ്റ്റ്മെൻറ്റ് ഡെഫിനറ്റ് ആയിട്ടും കൂടിയേ തീരൂ. അവിടെ അച്ഛനും അമ്മയും ഇത് തന്നെയാണ് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തും വിടേണ്ടത്. നിനക്ക് ഒരുപാട് വാശിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും, പക്ഷേ എങ്കിലും യു ഹാവ് ടു അഡ്ജസ്റ്റ് വിത്ത്. ഈ ഒരു വർഷം നമുക്കിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അയ്യോ എനിക്ക് പറ്റുന്നില്ല, ഞാൻ തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഈ കോഴ്സ് എനിക്ക് ചേർന്നതല്ല, ആ റൂംമേറ്റ് എനിക്ക് ചേർന്ന കുട്ടിയല്ല എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. പക്ഷെ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഒരു റൂംമേറ്റ് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മാറി, അടുത്തതും നിങ്ങൾ ഇത് തന്നെ ആയിരിക്കും. കാരണം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി ഞാനാണ് മാറേണ്ടത്, എൻ്റെ കൂടെ നിൽക്കുന്ന ആളല്ല മാറേണ്ടത്. മറ്റൊരാളിനനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കുമ്പോൾ മാറ്റം ഡെഫിനറ്റ് ആയിട്ട് ഒരു നല്ല മാറ്റമായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ അറിയാം, നിങ്ങൾ 1 മുതൽ 12 വരെ പഠിച്ച ക്ലാസ്സുകളിലെല്ലാം നിങ്ങളായിരുന്നു ടോപ്പേഴ്സ്. ഈ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള വിദേശത്തൊക്കെ പഠിക്കുന്നവർ അതാത് സ്കൂളുകളിലെ ഏറ്റവും ടോപ്പേഴ്സാണ്. ഫുൾ മാർക്കായിരുന്നു, എല്ലാ ക്ലാസ്സുകളിലും ഫുൾ മാർക്കായിരുന്നു, എന്നും A+ ആയിരുന്നു, എന്നും സ്കൂൾ ടോപ്പറായിരുന്നു. ആ 10,000-ഓളം സ്കൂൾ ടോപ്പർമാരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പഠിത്തങ്ങളിലൂടെയും പരീക്ഷകളിലൂടെയും തന്നെയുള്ളൊരു പ്രോസസ്സാണ് ഈ നടക്കുന്നത്. അവിടെ ചിലപ്പോൾ ഞാൻ രണ്ടാമനായേക്കാം. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾ ഉൾക്കൊണ്ട് തന്നെ വരേണ്ടതാണ്. കാരണം അതും ഒരു വലിയൊരു കാര്യം. അത്രയും വർഷം 12 വർഷം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതി അത് നന്നായിട്ട് തന്നെ ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ചു വരുന്നു. പക്ഷേ ഒബ്ജക്റ്റീവിലേക്ക് പെട്ടെന്നൊരു മാറ്റം എല്ലാവർക്കും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതൊരു ലോജിക്കാണ്. അതെന്താണ് ആ ലോജിക് എന്ന് മനസ്സിലാകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളും കയറി വരും. ഒരു പക്ഷെ അതുവരെ ചിലൊരു ലാഗ് എടുത്തെന്ന് വരാം. ഈ ഒരു ലാഗിങ് പീരീഡിൽ ചിലപ്പോൾ നിങ്ങളെക്കാളും 1% കുറഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ ഫ്ലെക്സിൽ നിങ്ങളുടെ മുഖം ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ താഴെ ഫ്ലെക്സിൽ ഇരുന്ന ഒരാൾ ചിലപ്പോൾ കയറി പോയേക്കാം. അവിടെ നിങ്ങൾ തന്നെ ഞാൻ ഏറ്റവും കുറഞ്ഞു പോയി, അല്ലെങ്കിൽ എനിക്കെന്തോ പ്രശ്നമാണ്, ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ഈ കോച്ചിങ് തിരഞ്ഞെടുത്തതിന് ശേഷം എന്നിലുള്ള മാറ്റമാണ്, ഇതൊന്നുമല്ല.
റിയാലിറ്റിയാണത്. നമ്മൾ അപ്പോഴാ മാറ്റം എന്താണ് ആ ലോജിക്. ആ കുട്ടിക്ക് എന്നെക്കാളും 1% ഡിസ്ക്രിപ്റ്റീവിന് കുറഞ്ഞ ഒരു കുട്ടി ഒബ്ജക്റ്റീവിന് എന്നെക്കാളും 2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് കൂടുതൽ വാങ്ങിച്ചു. എന്തുകൊണ്ട് വാങ്ങിച്ചു അല്ലെങ്കിൽ എങ്ങനെ വാങ്ങിച്ചു? അതിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു പക്ഷേ മാർക്ക് വരുമ്പോൾ പോലും ഞങ്ങൾ എല്ലാ വർഷവും കാണുന്നതാണ്. കാരണം എല്ലാവരും ഒരേ ലെവലിൽ ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. അങ്ങനെ ഒരു ഓട്ടമത്സരം നടക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും കൂടുതൽ കുറവുകൾ ഉണ്ടാകും. അവിടെ നിങ്ങൾ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് നിങ്ങളുടെ കുറവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഒരുപക്ഷെ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കണം എന്നില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷേ എങ്കിൽ പോലും ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് പറ്റും. അപ്പോൾ എനിക്കത് പറ്റും, ഞാൻ ഇപ്പോൾ കുറച്ച് പുറകിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എനിക്ക് അതിലോട്ട് എത്താൻ സമയം എടുക്കുന്നു എങ്കിലും എന്നെ കൊണ്ടത് പറ്റും. അങ്ങനെ പറ്റിയ ഒരുപാട് കുട്ടികളുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ മാർക്സിൻ്റെ ക്രൈറ്റീരിയ ആയാലും മറ്റെന്ത് ക്രൈറ്റീരിയ ആയാലും ഇതുവരെ നിങ്ങൾ ടോപ്പാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, വരുന്ന എല്ലാവരും സാർ പറഞ്ഞ പോലെ എല്ലാവരും ടോപ്പേഴ്സ് ആണ്. സോ എമംഗ് ദ ടോപ്പേഴ്സ് ഹു ഇസ് ദ ടോപ്പ്, അതാണ് നമ്മൾ അറിയേണ്ടത്. അതറിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരും. അത് കണ്ട് നിങ്ങൾ പേടിക്കാൻ പാടില്ല. ഡെഫിനറ്റ്ലി രക്ഷിതാക്കളും ഇത്രയും ഹൈപ്പിൽ നിന്ന് എൻ്റെ മോള് പെട്ടെന്ന് എന്തേ താണു പോയത്, അവൾക്ക് എന്ത് പറ്റി, ഹോസ്റ്റലിൻ്റെ ആംബിയൻസ് ആണോ അല്ലെങ്കിൽ കോച്ചിങ്ങിൻ്റെ ആംബിയൻസ് ആണോ, അതൊന്നും അല്ല വിചാരിക്കേണ്ടത്. കുഞ്ഞ് ആ സിസ്റ്റത്തിനോട് അഡാപ്റ്റ് ചെയ്ത് വരുന്ന സമയം കുറച്ചൊരു ലാഗിങ് ഉണ്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റീവിൽ നിന്ന് ഒബ്ജക്റ്റീവിലേക്ക് മാറാൻ അവൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതിന് എന്തൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, ആ സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൊടുത്താൽ മാത്രം മതി. ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു പാത്വേയിലേക്ക് കുഞ്ഞ് വന്നോളും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം ജൂണിലാണെങ്കിലും ജൂലൈയിലാണെങ്കിലും തുടങ്ങുന്ന ക്ലാസ്സുകൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ജനുവരി ആദ്യത്തെ ആഴ്ച കൊണ്ടാണ് റെഗുലർ ക്ലാസ്സുകളും വീക്ക്ലി എക്സാമുകളും യൂണിറ്റ് എക്സാമുകളും ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് ഫുൾ മോഡൽ എക്സാമിലോട്ട് കിടക്കുന്ന ഒരു സമയമാണ് ജനുവരി ഫെബ്രുവരി എന്നൊക്കെ. നോർമലി ഒരു ഓവർ ആങ്സൈറ്റി അല്ലെ ഹൈലി സെൻസിബിൾ ആയിട്ടുള്ളൊരു കുട്ടിയൊക്കെ ഒരു അല്പം ടെൻഷനിലോട്ട് പോകുന്നൊരു കാലമാണ് ഈ ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്ന സമയം. അപ്പോൾ അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ആദ്യം മുതലേ അതിന് കൃത്യമായിട്ടൊരു പ്ലാൻ, അതുപോലെ ബാക്ക്ലോഗ്സ് അധികം ഉണ്ടാകാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ത്രൂ ഔട്ട് ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബാക്ക്ലോഗ്സ് ഒഴിവാക്കുക, നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുക, മാർക്കുകളെ കുറിച്ച് എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, NCERT-യിലൂടെ കടന്നു പോകേണ്ട കാര്യങ്ങൾ, ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അപ്പം ഓരോ മാറ്ററിലൂടെയും ഞങ്ങൾ ഒരു ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നീറ്റ് 2026 യഥാർത്ഥ ഒരു ചിത്രം എന്താണെന്നൊന്നും നമുക്ക് പറയാനാവില്ല. ചിലപ്പം തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഇനി അത്ര വളരെ ഈസി ആയിട്ടൊന്നും ഒരിക്കലും ഇനിയിപ്പം NDA നീറ്റ് നടത്തുമെന്ന് നമുക്ക് വിചാരിക്കാനാവില്ല. 2023 പോലെ ഒരു റേഞ്ചിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന കണ്ടന്റുകൾ കൃത്യമായാൽ നമുക്ക് അത് എഴുതാൻ പറ്റും എന്നൊരു വിശ്വാസം, അതാണ് നിങ്ങളിൽ വേണ്ടത്. അപ്പം ബ്രില്യൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളിലുണ്ട്. അത് തിരിച്ചറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിനെ വിശ്വസിക്കാം, ധൈര്യമായിട്ട് കടന്നു വരികയും ചെയ്യാം. സോ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സിസ്റ്റം തന്നെ എല്ലാ തരത്തിലും ഞങ്ങൾ റെഡിയായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ പരീക്ഷയിലുള്ള മാറ്റങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആ മാറ്റങ്ങൾക്കനുസരിച്ച് മെറ്റീരിയലുകളിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈവൻ നമ്മുടെ ഫാക്കൽറ്റീസ് ചേർന്നിരുന്ന ഇനിയൊരു ടീച്ചിങ് പ്ലാനിൽ പോലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളെയും കാത്ത ഒരു സിസ്റ്റം തന്നെ റെഡിയായിരിക്കുന്നു. ഇനി വരുന്ന നിങ്ങളും മാനസികമായും ശാരീരികമായും ഈ സിസ്റ്റത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായി വേണം ഞങ്ങളിലേക്ക് എത്താൻ. അപ്പോൾ 2025 നമ്മുടേതാണ്, ഡെഫിനറ്റ് ആയിട്ടും 2026 നമ്മുടേതാവണം. സോ നിങ്ങളെല്ലാരെയും ബ്രില്യന്റ് കുടുംബത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹേർട്ടി വെൽക്കം. ഓക്കെ, ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.